ഇന്ന് ഞാൻ പഠിക്കുന്ന കോളേജിൽ എൻ്റെ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് ഒരു നേച്ചർ വർക്ക്ഷോപ്പ് നടക്കുന്നുണ്ടായിരുന്നു. അത് അഡ്വഞ്ചർ പാർക്ക് വെച്ചിട്ടായിരുന്നു. അങ്ങനെ ഞാൻ രാവിലെ തന്നെ ബസ്സൊക്കെ കയറി നേരെ കോളേജിലോട്ടാണ് പോയത്. കാരണം അവിടെ നിന്നാണ് പിന്നെ നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് അഡ്വഞ്ചർ പാർക്കിൽ പോകുന്നത്. അങ്ങനെ കോളേജിൽ ചെന്ന് കഴിഞ്ഞിട്ട് നമുക്കൊരു ചെറിയ ക്ലാസ് ഉണ്ടായിരുന്നു. അവിടെ ചെന്നിട്ട് നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസിനെയൊക്കെ കുറിച്ചിട്ട് ഒരു ഡെമോ ക്ലാസ് ഉണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് അഡ്വഞ്ചർ പാർക്കിലോട്ടാണ്. ഞാൻ എൻ്റെ ഒരു കൂടെ പഠിക്കുന്ന കൂട്ടുകാരിയുടെ സ്കൂട്ടറിൻ്റെ പുറത്ത് കയറിയിട്ടാണ് പോയത്. ബാക്കി എല്ലാവരും നമ്മുടെ തൊട്ട് പുറകെ തന്നെ ഉണ്ടായിരുന്നു. ഓട്ടോയിൽ വരാത്തതിന് എന്നെ വഴക്ക് പറയുകയാണ് ഗൈസ് ഇവരെല്ലാവരും കൂടി. എന്നിട്ട് നമ്മൾ അകത്തേക്ക് കയറാനുള്ള ടിക്കറ്റ് എടുത്തു. അഡൽറ്റിന് 24 രൂപയാണ് വരുന്നത് ഒരാൾക്ക്. അങ്ങനെ നമ്മളെല്ലാവരും ടിക്കറ്റ് എടുത്തിട്ട് അകത്തോട്ട് കയറി. അപ്പം നമ്മുടെ സീമ മിസ്സിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. കഴിഞ്ഞ 2 ദിവസം മുമ്പായിരുന്നു. അപ്പം സീനിയേഴ്സ് എല്ലാവരും കൂടെ ഒരു കേക്ക് സർപ്രൈസ് ആയിട്ട് കൊണ്ടുവന്ന് മുറിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം വിട്ട് വിഴുങ്ങിയിട്ട് നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടുത്തെ ആക്ടിവിറ്റിയുടെ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ അവരെല്ലാവരും കൂടി ടീച്ചറിന് ഗിഫ്റ്റും കൊടുത്തു. നമ്മൾ ഇതിന് മുമ്പ് ഒരു ദിവസം ടീച്ചറിന് കേക്ക് മുറിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും ദാണ്ട് ഓരോരോ ഊഞ്ഞാലിലും അവിടെ ഇവിടെ എല്ലാം കയറി ഇറങ്ങി ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് എടുക്കുമ്പോൾ എല്ലാം ഞങ്ങൾ ആസ്വദിക്കുന്നുണ്ട്, കളിക്കുന്നുണ്ട്. നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസ് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. അപ്പോഴത്തേക്ക് ഫോണൊക്കെ മാറ്റി വെക്കണം. അതൊക്കെ കഴിഞ്ഞ് ഫ്രീ ആകുമ്പോഴാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്. അങ്ങനെ നമ്മൾ അവിടെ സകല എല്ലാ ഇതുപോലുള്ള സാമഗ്രികളിലും ഒക്കെ കയറി നിരങ്ങി ഈ ഊഞ്ഞാലിലും എല്ലാം കയറി ആടി. അവിടെ കായലൊക്കെ ഉണ്ട് കേട്ടോ. നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ്. കൊല്ലത്ത് അഡ്വഞ്ചർ പാർക്ക് വെച്ചിട്ടായിരുന്നു ഞങ്ങളുടെ പ്രോഗ്രാം എന്ന് പറയാൻ പറ്റത്തില്ല, ക്ലാസ്. നമ്മുടെ കൂടെ തന്നെ പല ഏജ് ഗ്രൂപ്പിലുള്ളവരും ഉണ്ട്. പക്ഷേ എല്ലാവരും ഒരേ വൈബാണ്. ഞങ്ങൾ എങ്ങനെ പിള്ളേരെ പഠിപ്പിക്കുമെന്ന് പറഞ്ഞിരിക്കുമായിരുന്നു. ഇങ്ങനെ ഞങ്ങളുടെ കുട്ടികൾ ഇതുവരെ മാറിയില്ല. അപ്പോൾ പിന്നെ അങ്ങനെയാണ് ഞങ്ങൾ പിള്ളേരെ പഠിപ്പിക്കുന്നത്. അതിനുശേഷം എല്ലാവരോടും ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഹാപ്പി ന്യൂ ഇയർ ഒക്കെ പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി റെയിൽവേ സ്റ്റേഷനിലോട്ട് പോയി. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് 1ാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്ന് 2ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് ഞാൻ ഓടിക്കിതച്ച് നടന്ന് ചെന്നപ്പോഴാണ് ആ തക്ക സത്യം ഞാൻ അവിടെ നിന്ന് വിളിച്ച് പറയുന്നത്. ഞാൻ കാത്തിരിക്കുന്ന ട്രെയിൻ 30 മിനിറ്റ് ലേറ്റ് ആണ്. അപ്പം ഞാൻ എന്നും പോകുന്ന മെമു അപ്പുറത്ത് കിടപ്പുണ്ട്. കുറച്ച് നേരത്തെ പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പുറത്ത് ചാടിയത്. അങ്ങനെ പിന്നെ ഞാൻ എന്നും പോകുന്ന എൻ്റെ മെമുക്കുട്ടൻ്റെ അടുത്തോട്ട് ഓടിപ്പോയി. അതിനകത്ത് ചെന്ന് കയറിയിരുന്നു. അപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ദാഹിച്ചു. അങ്ങനെ അവിടെ നിന്നൊരു പിസ്താ ഷേക്കോ അങ്ങനെ എന്തോ പറയുന്ന ഒരു ഷേക്ക് മേടിച്ച് കുടിച്ചു. ഈ ഒരു 1/4 മണിക്കൂറിനുള്ളിൽ നമ്മൾ നമ്മുടെ കരുനാഗപ്പള്ളി എത്തും. ട്രെയിനിൽ കയറി ഒന്നെങ്കിൽ ഞാൻ പാട്ട് കേട്ടിരിക്കും, അല്ലെങ്കിൽ ഞാൻ കിടന്നൊന്ന് ഉറങ്ങും. അപ്പോൾ ഇന്ന് ഞാൻ ഉറങ്ങാൻ പോവാണ് ഗൈസ്. എനിക്ക് ഇച്ചിരി ക്ഷീണമുണ്ട്. അപ്പോൾ ബൈ.